പട്ടിണി ആയതുകൊണ്ട് ഇന്നൊരാൾ കുറേ റേഷൻ അരി കൊണ്ട് തന്ന് അതുകൊണ്ട് കഞ്ഞി വെക്കാനായത്. കഞ്ഞി കുടിച്ചതേ ഉള്ളൂ. കഞ്ഞിയാണോ വെച്ചത്? കൂട്ടാൻ വെക്കാൻ വരുമൊന്നുമില്ല. ഒരു തേങ്ങ പോലും മേടിക്കാൻ നിവൃത്തികേട. കഞ്ഞി വെച്ച് ഉപ്പൊഴിച്ച് കുടിക്കുമായിരുന്നു. നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ കൂടെ കഴിഞ്ഞു പോവാം ഞങ്ങൾ. വലിയ ബുദ്ധിമുട്ടിലാണ് മോളെ താമസിക്കുന്നത്. ഒരാളെ സഹായിച്ചത് അരി കൊണ്ട് തന്നു ഞങ്ങൾക്ക്. റേഷൻ അരി കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുക. ജോലിക്കൊന്നും പോകാൻ നിവൃത്തിയില്ല. കുഞ്ഞ് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരൊന്ന് എണീച്ച് നടന്നാലേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളായാലും കുഞ്ഞിനെ നോക്കാനായാലും എല്ലാം എനിക്ക് പറ്റത്തുള്ളൂ മോനെ. എല്ലാം ഇതൊരു വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സഹായിക്കണം. ചേച്ചിയുടെ പേരെന്തോ ചേച്ചി? എൻ്റെ പേര് സുബിത. സുബിത. ഈ സ്ഥലം ഒന്ന് പറയൂ ചേച്ചി. ഇത് വെട്ടിയാറ്, മാവേലിക്കര വെട്ടിയാർ വില്ലേജ്, വെട്ടിയാറ് മാങ്കാങ്കുഴിക്കടുത്ത വെട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നേരത്തെ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ എഴുതി അതിന്റെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ നടക്കാൻ നിവൃത്തിയില്ല. തന്നെ കാല് കുത്തി നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നടന്നു പോകുന്നത്. കാലിനും വലത് കൈക്ക് വരുന്ന വേദന ആരംഭം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇടത് കാലിനുമായി. ഇപ്പൊ ഇനി തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥയല്ല. ഞാൻ ഈ സ്റ്റിക്ക് കുത്തിയിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. കുഞ്ഞിനാണെങ്കിൽ കുഞ്ഞ് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുഞ്ഞിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടാനോ മറ്റേ കാര്യങ്ങൾ നോക്കാനോ ഒന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നിവൃത്തിയില്ലാതിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞ് എന്നെ സഹായിക്കും. മോനുള്ളത് കൊണ്ട് മോനായി എനിക്ക് ആരൊക്കെ എടുത്തോണ്ട് തരുന്നതും വെള്ളം എടുത്തോണ്ട് തരുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞാ. ഒരു മോളുണ്ടായിരുന്നു. മോള് മരിച്ചുപോയി. മോൾക്ക് 28 കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. പിന്നെ മോൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഒരു മോനേ ഉള്ളൂ. മോന് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണീച്ച് നടക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മോനെ കൈ പിടിക്കാൻ മോനെ. എനിക്കൊന്ന് എണീച്ച് നടന്നാലേ എൻ്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറ്റത്തുള്ളൂ മോളെ. ഒട്ടും നടക്കാൻ പറ്റത്തില്ല. ഒട്ടും നടക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വാക്കർ മേടിക്കാനുള്ള നിവൃത്തി പോലും എൻ്റെ കയ്യിലില്ല. ഒരു വാക്കർ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വാക്കറെ പിടിച്ച് വിലക്കൊന്നും നടക്കായിരുന്നു. ഈ സ്റ്റിക്ക് ഒരാള് മേടിച്ച് തന്നതാ. ഈ സ്റ്റിക്ക് കുത്തി ഞാൻ ഈ പെരക്കകത്ത് നടക്കത്തുള്ളൂ. മുറ്റത്തോട്ട് ഒന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇനി എൻ്റെ ട്രീറ്റ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും, എൻ്റെ കാലിൻ്റെ വേദന മാറും. ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. 2-3 മാസത്തോളമായി ഹോസ്പിറ്റലിൽ പോയി. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ ചേച്ചി നല്ലപോലെ എണീറ്റ് നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എൻ്റെ കാലിന് വേദന മാറുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. ഡോക്ടർമാർ അത് ഉറപ്പ് പറഞ്ഞായിരുന്നു. ഏതെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് നടത്തണം. എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള നിവൃത്തിയില്ല. പൈസ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചാൽ എൻ്റെ കാല് നേരെയാകുകയും ചെയ്യും. ഞാൻ എണീച്ച് നടക്കാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോരുത്തർ സഹായിച്ചു. പള്ളിയിൽ നിന്നൊക്കെ ഈ പ്രാവശ്യം കുഞ്ഞിന് സ്കൂളിൽ കൊണ്ടുപോയത് പള്ളിക്കാരാണ്. എനിക്ക് കുഞ്ഞിന് ബുക്കും കൊടയും എല്ലാം ബാഗും എല്ലാം തന്നത് പള്ളിക്കാരാണ് സഹായിച്ചത്. ഇപ്പം 3 മാസമായി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട്. ട്രീറ്റ്മെന്റിന് പോകാൻ പൈസ ഇല്ല. വണ്ടി കൂലിക്കായാലും മരുന്ന് മേടിക്കാനായാലും വളരെ ബുദ്ധിമുട്ടി ഞാൻ കഴിയും. ഡോക്ടർമാർ പറയുന്നത് നല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് എത്രയും പെട്ടെന്ന് ഈ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകുമെന്നാണ് പറയുന്നത്. ഒരു നിവൃത്തിയില്ല എനിക്ക്. കാരണം ചേട്ടന് വയ്യാതിരിക്കുന്നു, അച്ചാച്ചന് വയ്യാതിരിക്കുന്നു. അമ്മ പിന്നെ നടന്ന് ലോട്ടറി കച്ചവടം ചെയ്ത ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. വീട്ടിലെ ചെലവും എൻ്റെ മരുന്നും എല്ലാം കൊണ്ട് അമ്മയെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ല. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയില ഇപ്പം ഞങ്ങൾ കടന്നു പോയിക്കോ. എൻ്റെ ചികിത്സ നടത്തി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി കച്ചവടമോ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഭർത്താവിന് ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ലേ? ഭർത്താവിന് ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒരു ആശുപത്രിയിൽ വണ്ടി ആക്സിഡന്റ് പറ്റി. വണ്ടിയിൽ നിന്ന് വീണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കോട്ടയത്തായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷത്തോളമായി. ഇപ്പോഴും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയില്ല ഇപ്പൊ കഴിയുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് വെച്ചാല് ലോട്ടറി കടക്കാർ തരും. ലോട്ടറി മേടിച്ചോണ്ട് വന്നിട്ട് അത് വിറ്റിട്ട് വൈകിട്ട് അത് തിരിച്ചു കൊണ്ടുപോയി ആ പൈസ കൊടുത്തെങ്കിൽ പിറ്റേ ദിവസത്തെ ലോട്ടറി അവർ തരും. അച്ഛനും അമ്മയും അങ്ങനെ ഇപ്പൊ കഴിയുന്നത്. ചേട്ടന് മറ്റു ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എനിക്കൊന്ന് എണീച്ച് നടക്കാനൊരവസ്ഥ കിട്ടിയായിരുന്നെങ്കിൽ, എൻ്റെ കാലിന്റെ വേദന ഒന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി വളർത്താൻ എനിക്ക് വേറെ ആരുമില്ല സഹായത്തിനായിട്ട്.